ഷാനവാസക്ക ഹോസ്പിറ്റലായതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലാലേട്ടൻ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യലുകൾ സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ ഒരു പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്ന് ഒരു പക്ഷം പറയാം. എന്നാൽ ഇപ്പോഴും സ്റ്റിൽ നൗ നെവിൻ, അക്ബർ, ആര്യൻ ഇവർക്കൊരു സപ്പോർട്ട് കൊടുത്തതുപോലെയും സംശയിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്നൊരു കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തെന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് എന്തോന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയിലേക്ക് വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ ക്ലിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോവാ എന്ന്. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഷാനവാസിക്കയുടെ കൂടെ നിന്ന് ഷാനവാസിക്കയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയതെല്ലാം അനീഷ് മാത്രമായി. അതാണ് ഇപ്പോ ആ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റിയത്. ലാലേട്ടൻ അന്നേരം പറയുന്നുണ്ട്, നിങ്ങളവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ മനുഷ്യനെ അവിടെ കൊണ്ടുവരാതെ നിങ്ങളവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ അനുമോള്, ആദില, നൂറ ഇവര് മൂന്നുപേരും പറയുന്നത് ഷാനവാസക്കായെ കൊല്ലാൻ നോക്കി, നീ തൊട്ടു പോകരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സീനുണ്ട്. അതേപോലെ ഇവന്മാര് മൂന്നുപേര്, അതായത് ആര്യൻ, അക്ബർ, നെവിൻ ഇവര് മൂന്നുപേരും ഡ്രാമ അത് ഇതെന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് നിന്നിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് വരുന്ന സീനുണ്ട്. അപ്പം ഈ പറയുന്ന മൂന്ന് പേര് തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ മുഖമെല്ലാം വിയർത്ത് കുഴഞ്ഞ് തളർന്ന് താഴെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തില് ലാലേട്ടൻ ഫേസ് ചെയ്ത ഫസ്റ്റ് കാര്യം, അല്ലെങ്കിൽ ലാലേട്ടൻ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാല്, രണ്ട് കൂട്ടരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് മറന്നു. നിങ്ങൾ 8 മിനിറ്റ് എടുത്തു. 8 മിനിറ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരു 3, 4, 5 മിനിറ്റ് എന്ന് പറയുന്നതും കുഴപ്പമില്ല. പിന്നെയും ലാഗ് ചെയ്തു എന്നൊരു കാര്യം അവിടെ എടുത്തു പറയാണ്. ആ 8 മിനിറ്റിന്റെ കേസ് അവിടെ നമ്മൾ പോലും ചിന്തിച്ചില്ല, അത്രയും സമയം എടുത്തു എന്ന് എടുത്തു പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ആ ഒരു വഴക്ക് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കും നൂറയ്ക്കും ആദിലയ്ക്കും ആ ഒരു വഴക്ക് തുടങ്ങിയത് ഒരു നിസ്സാര, ഒരു അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു വഴക്കാണ്. അത് തന്നെയാണ് ഈ പറയുന്ന 3 ക്യാപ്റ്റന്മാരുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആണ് ഇവന്മാരെ 3 പേരെയും ക്യാപ്റ്റൻ ആക്കിയതെന്ന് പറയാം. പക്ഷേ അത് ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത്രയും മോശമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. എങ്കിലും പറയാം, ആ ഒരു പാത്രം, കഴുകി വെച്ച പാത്രത്തിൽ ഒരു പൊടിയോ ഒരു ചെറിയ പൊട്ടുപോലൊരു അഴുക്കോ ഉണ്ട് എന്ന് കരുതിയിട്ട് വീണ്ടും അത് ഷാനവാസിനെ കൊണ്ട് അല്ലെങ്കിൽ അനുമോളെ കൊണ്ട്, അനുമോള് ആ ഒരു സമയത്തല്ല കഴുകേണ്ടത് എന്ന് പറഞ്ഞപ്പോഴെങ്കിലും അനുമോൾക്കെതിരെയാണ് അനുമോളെയാണല്ലോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അനുമോളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഷാനവാസിനെ കൊണ്ട് മണ്ടക്കിട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അനുമോള് ലാലേട്ടനോട് പറയുന്നുണ്ട്. പക്ഷേ അത് ആ പറയുന്ന സമയത്ത് പോലും, അതായത് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം അക്ബർ ആണ് എന്ന് അനുമോൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ തന്നെ നൂറയും ആദിലയും അക്ബറോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഉടനെ ആര്യനാണെന്ന് പറയുന്നുണ്ട്. അത് ഇവരുദ്ദേശിക്കുന്ന പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഷാനവാസക്ക വീണതിന് ശേഷമുള്ള കാര്യമാണ്. അനുമോൾ അതല്ല പറഞ്ഞത്. അനുമോള് പറയുന്നത് ഷാനവാസക്കയുടെ ആ വിഷയത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് അക്ബറാണ്. അക്ബറാണ് ആ പാത്രത്തിന്റെ കാര്യത്തിൽ അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ച് അടിച്ചേൽപ്പിക്കാൻ നോക്കിയത് എന്നാണ് അനുമോള് പറയുന്നത്. ഇത് അനുമോള്, ലാലേട്ടൻ അനുമോളെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അനുമോൾ അത് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ഒരു തരത്തിൽ അനുമോൾക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അക്ബർ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ലാലേട്ടന്റെ മുന്നില്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, അക്ബർ അക്ബർ അനുമോൾക്ക് പറയാനുള്ളതൊന്ന് പറയട്ടെ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, ഓക്കെ, അപ്പോൾ അനുമോള് പറയുന്ന അനുമോളുടെ ഭാഗം കേൾക്കുക എന്നുള്ളൊരു വിഷയം സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല. പകരം അക്ബറിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു വെപ്രാളം അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എഗെയിൻ ലാലേട്ടൻ അക്ബറിന്റെ അടുത്ത് മിണ്ടാതിരിക്ക്, അനുമോള് പറയട്ടെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അക്ബർ മിണ്ടാതിരിക്കുന്നതും ഇത്രയും കാര്യങ്ങൾ അനുമോൾക്ക് അവിടെ പറയാൻ സാധിച്ചതും. ഇനി ആ ഒരു വിഷയം അങ്ങനെ ഉണ്ടായി, ഷാനവാസക്ക താഴെ വീണു. അപ്പോഴത്തേക്കും അവിടെ എന്താണ് ആര്യനും അനുമോളും തമ്മിൽ പിന്നുണ്ടായ പ്രശ്നം എന്നുള്ളത് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിച്ച കാര്യം പറയുന്നുണ്ട്. അത്രയും ഫണ്ണാക്കി ആ വീണ ഒരു സമയത്ത് ആ നാടകമാണ്, അയ്യോ എന്തൊരു ഡ്രാമ എന്ന് പറഞ്ഞ് ചിരിച്ച മനുഷ്യൻ വന്ന് തൊടുമ്പോൾ ആർക്കാണെങ്കിലും അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ദേഷ്യം ഉണ്ടാകും. പക്ഷെ ആ ഒരു ദേഷ്യത്തെ അവിടെ ഒരു നിസ്സാരമായിട്ട് കണ്ട്, അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ആര്യൻ അനുമോളെ കയ്യിൽ പിടിച്ച് തിരിച്ചൊടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ ആ ഒരു അനുമോളുടെ കൈ പിടിച്ച് വളച്ച് മാറ്റി നിർത്തുന്ന ഒരു രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. വിഷ്വൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വിഷ്വൽസ് യൂസ് ചെയ്യാത്തത്.
സോ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ ഷാനവാസിന്റെ അത്രയും വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് അതും കൂടെ വലിച്ചിടണ്ട. പക്ഷേ ഈ ഒരു വിഷയത്തില് അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട്, അതായത് രണ്ട് കൂട്ടരെടുത്തും ഒരേപോലെ പാർഷ്യാലിറ്റി കാണിക്കാതെ എടുത്ത നിലപാട്, അത് നല്ലതാണോ മോശമാണോ എന്നെനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി. അതായത് അനുമോളും നൂറയും ആദിലയും കൂടെ കൊല്ലാൻ ശ്രമിച്ചു, നീയൊക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതും, നീയൊന്നും തൊടണ്ട മാറി നിൽക്ക് എന്ന് പറഞ്ഞതും അവിടെ ഒരു കുറ്റമായിട്ട് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് അത് എടുത്തു പറയുന്നില്ലെങ്കിലും അതൊരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനൊരു റീസൺ എന്ന് പറയുന്നത്, നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നെവിൻ ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, ഇപ്പൊ ഈ ഒരു ആഴ്ച കാണിച്ച അഗ്രസീവ്നെസ്സോ ദേഷ്യമോ ഒന്നും നെവിന്റെ ഫേസിലില്ല. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ അങ്ങനെ ഒരാളെ കൊല്ലാൻ നോക്കുന്ന ഒരാളൊന്നും അല്ല. ശരി, സമ്മതിച്ചു. നെവിൻ ഒരിക്കലും അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇത്രയും ക്യാമറകളുള്ളപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കില്ല. ആളൊരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. രണ്ടാമത്തെ കാര്യം, അവിടെ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് അവർ നടന്നതിന് ശേഷം ഷാനവാസിക്ക ഹോസ്പിറ്റലായ ദിവസം അവരോട് ഓടിക്കളിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളതിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ് ബിഗ് ബോസ് പറയുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അതൊരു ഡ്രാമയാണെന്ന് അന്ന് തന്നെ ഞാൻ, ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അത് നെവിന്റെ ഡ്രാമയാണ്, വെറും ഡ്രാമ. അതുമാത്രമല്ല, അത് കഴിഞ്ഞുള്ള ഒരു ടാസ്കില്, ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ഒരു 8 പോയിന്റ്സ് കിട്ടുന്ന ഒരു ഇതുണ്ട്. നെവിന് ഒരു 8 പോയിന്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഒരു ടാസ്കിൽ ഫസ്റ്റ് കിട്ടുന്നത് നെവിനാണ്. അങ്ങനെ നെവിന് അത് കിട്ടുമ്പോൾ വളരെ അത് വെച്ചാൽ ആ ഒരു വിഷയത്തിന് ശേഷം ഉണ്ടായ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് നിന്ന് ആ ഒരു ടാസ്ക് കളിച്ചത് കൊണ്ട് തന്നെ നെവിന് ഫുൾ മാർക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്, ഫുൾ സ്കോർ കിട്ടുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട്, ഷാനവാസൊക്കെ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ സ്കോർ അങ്ങ് കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട്. എന്ത് മോശമാണ് അതൊക്കെ. സത്യം പറഞ്ഞാൽ അതൊക്കെ വെറും ഡ്രാമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നെവിൻ ആ പറഞ്ഞത് ഡ്രാമയൊക്കെ തന്നെയാണ്. അപ്പൊ ലാലേട്ടൻ അത് തിരിച്ചു ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കാണിച്ചത് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നിന്നത് ഡ്രാമയാണെന്ന് പറഞ്ഞാൽ എന്തു പറയും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില ശരിക്കും ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ ആദില മിടുക്കിയാണ്. ആദില എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ട്, ലാലേട്ട ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ 24 മണിക്കൂറും ആ ഒരു വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളത് ഓർക്കുമ്പോൾ ബിഗ് ബോസിനോട് പോയി ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ആ സംസാരം വരുന്നുണ്ട്. പക്ഷേ ഡൈവേർട്ട് ചെയ്തേ പറ്റൂ. ഓഫ് കോഴ്സ് ഡൈവേർട്ട് ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെ അവർക്ക് ടാസ്ക് വരികയാണ്. ഇവര് 3 പേരും കൂടെ വിഷമിച്ച് മാറിയിരിക്കുക, അനീഷ് മാറിയിരിക്കുക. അനീഷ് ഓൾറെഡി അത് മൈൻഡിൽ ഒറ്റയ്ക്കിരുന്ന് ഈ ഒരു വിഷയം ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ പല വഴക്കുകളിലും അനീഷിനെ കാണാൻ കൂടിയില്ല, ലൈവിലേ കാണാനില്ല. കാരണം അനീഷ് ഒറ്റയ്ക്ക് മാറിപ്പോയിരിക്കുകയാണ്. സാബുമാൻ വരെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കുമ്പോഴും അനീഷിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അനീഷിന്റെ ഉള്ളിൽ അത്രയും വിഷമമുണ്ട്. അനീഷ് ടാസ്ക് ചെയ്തതിനകത്ത് ഒട്ടും തന്നെ വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല, അഗ്രസീവ് ആയിട്ടില്ല, ഒരാളും തർക്കിക്കാൻ പോലും പോയിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് നടന്ന ഉല്ലാസയാത്ര ടാസ്കിൽ മാത്രമാണ് അനീഷിന്റെ ശബ്ദം ഞാനൊന്ന് കേട്ടത്. ബാക്കി എല്ലാത്തിലും ടാസ്ക് കഴിയുന്നു പോകുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടത്. പക്ഷെ അതേപോലെ ഈ പറയുന്ന 3 പെണ്ണുങ്ങളും ഒന്നിച്ച് ഓക്കെ ഷാനവാസൊക്കെ അവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി അക്ബർമാരനും നെവിനും ജയിച്ചോട്ടെ എന്ന് കരുതാൻ പറ്റുമോ? ഈവൻ അവര് 3 പേരും ജയിക്കാതിരിക്കാൻ വേണ്ടി തന്നെ അവർ സ്ട്രോങ് ആയിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു. നൂറ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവര് കയറരുത്, അവരെ നമുക്ക് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആ ഒരു വാശി നൂറയ്ക്കുണ്ടായിരുന്നു. അപ്പം ഓടിച്ചാടി നടക്കുന്നു എന്ന് നെവിൻ അവിടെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. അവർ ഓടിച്ചാടി നടന്നപ്പോൾ ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്തു വെച്ചു എന്ന് നെവിൻ പറയുന്നത് വളരെ ഫൂളിഷ് ആയിട്ട് അത് നോട്ടീസ് ചെയ്ത് തന്നെ അത് എന്തായാലും ശരി ലാലേട്ടൻ അത് ചോദിച്ചു. പിന്നെ ഈ അക്ബറിന്റെയും ആര്യന്റെയും നെവിന്റെയും കാര്യത്തിൽ മാത്രം ഈ ഒരു രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരു പാർഷ്യാലിറ്റി ആയി പോകത്തില്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷാനവാസൊക്കെ വീഴുന്ന സമയത്ത് 8 മിനിറ്റോളം കൊണ്ടുപോയില്ല എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിലെ അനീഷ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലാലേട്ടൻ അങ്ങനെ ചോദിച്ചതൊരു കുറ്റമായിട്ടും എനിക്ക് കൺസിഡർ ചെയ്യാൻ തോന്നുന്നില്ല. എങ്കിലും ലാലേട്ടൻ ഈ പറയുന്ന അക്ബറിനോട് കാണിച്ച കുറച്ചൊരു
ഒരു സോഫ്റ്റ് കോർണർ എനിക്കും അത് ബുദ്ധിമുട്ട് ഫീൽ വന്നു. കാരണം എന്ന് വെച്ചാൽ അനുമോൾ അത് പറയാൻ ഒരു സ്പേസ് കൊടുക്കാതെ അക്ബർ നടന്ന് ബഹളം വെച്ചത് ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ, ഞാനത് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ബിഗ് ബോസ് ഷോ ഡയറക്ടറും അക്ബറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവർ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെന്ന് എനിക്കറിയാം, 4-5 വർഷത്തെ കൂട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അതിന്റെ പേരിൽ ഈ ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അക്ബറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, ഈ ഒരു സീസൺ അക്ബറിന് വേണ്ടിയിട്ടാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുമില്ല. പ്രേക്ഷകരുടെ വോട്ടിനെ കബളിപ്പിക്കാൻ എന്തായാലും കഴിയില്ല എന്ന് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ എന്തായാലും ഈ ഒരു വിചാരണ ഒരു എന്താ പറയാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ അനീഷിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അനുമോൾ, നൂറ, ആദില ഇവരുടെ 3 പേരുടെയും അവരും അതിനകത്ത് തർക്കിക്കാൻ നിന്നു, സമയം കളഞ്ഞു എന്ന ഒരു ധ്വനി അവിടെ കൊണ്ടുവന്നു. പക്ഷെ അത് കൂടുതൽ വലിച്ചിഴക്കാതെ തന്നെ ലാലേട്ടൻ അതൊരു നൈസായിട്ട് അത് കൺക്ലൂഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.